മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഡോക്ടറെ ന്യായീകരിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് കാട്ടി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയെ ന്യായീകരിച്ച് DMO രംഗത്ത് വന്നിരുന്നു. ശിവദാസ് കന്മനം വിശദാംശങ്ങൾ നൽകും. ശിവദാസ്, ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ ചികിത്സാ പിഴവിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമമാണല്ലോ ഇപ്പോൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു നടന്നു വന്ന ഒരു രോഗിയുടെ കാൽഞരമ്പ് മുറിച്ചു മാറ്റിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അവർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുക തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷവും അവിടെ 3 തുടർ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബം DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം തന്നെ DMOയും ഇതിനെ ന്യായീകരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു വീഴ്ചകളും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും നിലവിൽ DMOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. DMO റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനെ ഈ ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കുടുംബത്തോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ബോധിപ്പിച്ചിരുന്നു. ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും അതിൻ്റെ ഭവിഷ്യത്തും കൃത്യമായി തന്നെ ഈ കുടുംബത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമ്മതിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയിരിക്കുന്നത്. ICUവിൽ 3 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗിയെ റൂമിലേക്ക് മാറ്റിയത്. അതോടൊപ്പം തന്നെ മനഃപൂർവ്വമല്ല ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. കാലുവേദനയെ തുടർന്നാണ് ഈ രോഗി ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. 12-ാം തീയതിയാണ് ഇവർക്ക് ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ഇവരുടെ കാലിൻ്റെ കളർ മാറുന്നത് ബന്ധുക്കൾ കണ്ടിരുന്നു. ഇത് കൃത്യമായി തന്നെ ഡോക്ടറെ അറിയിച്ചു. അതിനുശേഷം ഡോക്ടർ പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അതിൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഇവരുടെ കാലിൻ്റെ ഞരമ്പ് മുറിഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് അവിടെ നിന്നും എക്സ്റേ എടുത്തപ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് ഇവരുടെ കാലിനെ ഗുരുതരമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ DMOയ്ക്ക് അവർ പരാതി നൽകിയത്. പക്ഷേ ഈ പരാതി ലഭിച്ചിട്ടും DMO ഈ ഡോക്ടറെയും മഞ്ചേരി മെഡിക്കൽ കോളേജിനെയും ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വലിയ ന്യായീകരണം DMOയുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശിവദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.